മുട്ടയുടെ മഞ്ഞ ശരിക്കൊരു വില്ലനാണോ? ആക്നെ വരും, വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, കൊളസ്ട്രോൾ കൂടും. ഇതൊക്കെ ശരിയാണോ? വെയിറ്റ് ലോസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയാൽ മതി വെയിറ്റ് ലോസ് ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എബവ് 75% ഓഫ് ന്യൂട്രിയൻസും കളയുകയാണ് ചെയ്യുന്നത്. അതുമല്ല, വെയിറ്റ് ലോസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 3 ബോളെഗ് എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 210 കിലോ കാലറി ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഇതിന്റെ സറ്റേറ്റി ലെവൽ കൂടുതലായതുകൊണ്ട് തന്നെ കുറെ നേരം വിശക്കാതിരിക്കാനും ഓവർ ഈറ്റിംഗ് കുറയ്ക്കാനും ഇത് സഹായിക്കും. അതേപോലുള്ള ഒരു പ്രശ്നമാണ് ആക്നെ വരുന്നുള്ളത്. ഇതിന് സയന്റിഫിക്കലി എവിഡൻസ് ഒന്നുമില്ല. സാധാരണ ആക്നെ വരുന്നത് ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക്, ഷുഗർ ഐറ്റംസ്, ഓയിൽ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതലായി കഴിക്കുന്നവർക്കൊക്കെയാണ്. ആക്ച്വലി യോക്കിലുള്ള വൈറ്റമിൻസ് സ്കിൻ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ മുട്ട അലർജി ഉള്ളവർക്ക് മാത്രമാണ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസസ്. പിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നുള്ളത്. മുട്ടയിലുള്ള കൊളസ്ട്രോള് ഗുഡ് കൊളസ്ട്രോൾ ആണ്. അത് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആക്കി വെക്കാൻ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ എഗ് യോക്ക് ഒരു വില്ലൻ അല്ല. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും.